പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ കോട്ടമൈതാനത്ത് നിന്നാണ് കുരുക്ഷേത്രം ഇന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ജനപ്രതിനിധികളും വോട്ടർമാരും ഒപ്പം നമ്മുടെ അതിഥികളും നമുക്കൊപ്പം ചേരുന്നു. ചൂടേറിയ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി VP അബ്ദുൾ റഷീദ്, വെൽക്കം അബ്ദുൾ റഷീദ് VP. CPM പ്രതിനിധി PM ആഷോ, വെൽക്കം PM ആഷോ. BJP പ്രതിനിധി ഉല്ലാസ് ബാബു, വെൽക്കം ആൻഡ് ഗുഡ് ഈവനിങ് ഉല്ലാസ് ബാബു. ഒപ്പം നമ്മുടെ വോട്ടർമാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം പാലക്കാട്ടെ വോട്ടർമാരുടെ ജനഹിതത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. ഒരു റാൻഡം ക്വിക്ക് സർവേ പാലക്കാട്ടെ സ്ഥിതി ചെയ്യുന്നു. പാലക്കാട് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. അതായത് UDF-ഉം LDF-ഉം തമ്മിൽ വോട്ട് മറിക്കാതെ അവരുടെ സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് വോട്ട് ചെയ്യാൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ആര് വിജയിക്കും? അങ്ങനെ വന്നാൽ അതിപ്പോൾ ഒന്നും പറയാൻ പറ്റാം. ശക്തമായ മത്സരം. അമ്മ നമസ്കാരം. പാലക്കാട് വോട്ടുണ്ടോ? ഇല്ല. പാലക്കാട് വോട്ടില്ല. എന്താ അവിടുത്തെ അവസ്ഥ? തീർച്ചയായും ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിജയിക്കും. എന്തുകൊണ്ട് വെച്ചാൽ ഷാഫി പറമ്പിൽ ഇതുവരെ ചെയ്ത എല്ലാ നേട്ടങ്ങളും അത് ഇവിടെ വിവാദങ്ങളൊന്നും വോട്ടാവില്ലേ? ഒരിക്കലും ആകില്ല. ഇത് ഇവിടെ CPM-ന്റെ എല്ലാ ഭാഗത്തും ഉള്ളതല്ലേ. ഇവർ കാഫർ വിവാദം കൊണ്ടുവന്നു, നീലപ്പെട്ടി കൊണ്ടുവന്നു, ഇനി വേറെ എന്തെങ്കിലും കൊണ്ടുവരുന്നത്. ഇത് നിരന്തരം വിവാദങ്ങളൊന്നും ക്ലച്ച് പിടിക്കാത്ത എന്തുകൊണ്ടെന്നറിയോ? ഇവർക്ക് വാളയാറ് പറയാൻ പറ്റില്ല. ഇവർ ഈ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ തല മണ്ടടിച്ച് പൊട്ടിക്കുന്നവർക്ക് പറയാൻ പറ്റില്ല. ഇവർ വാക്കിൽ അഴിമതി നടത്തുന്നവർക്ക് പറയാൻ പറ്റില്ല. 1.5 കോടി രൂപ തൊഴുത്ത് കിട്ടിയവർ പറയാൻ പറ്റില്ല. 2.5 കോടിൻ്റെ ബസ് കയറിയവർക്ക് പറയാൻ കഴിയില്ല. 2.5 കോടിയോ? എത്ര കോടിയാണ്? ഇല്ല, 1 കോടി കഷ്ടി. സാറില്ല. ഇനിയിപ്പോൾ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ വരെ സപ്പോർട്ട് ചെയ്താൽ പോലും അവർ ഒരിക്കലും ഇവിടെ CPM ജയിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ബൈറ്റിൽ തന്നെ പറയുന്നുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എത്ര വോട്ട് CPM-ന് ഉണ്ടെന്ന്. ഇവരിതിന് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്കും BJP-ക്കും തമ്മിൽ അന്തർധാര സജീവം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ജയിക്കാൻ കഴിയുള്ളൂ. എന്താ ചേച്ചി, ഇവിടുത്തെ പാലക്കാട് വോട്ടറാണോ? അതെ. എന്താ സാധ്യത? ഏത് വിഷയമായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ഒന്ന് മുമ്പോട്ട് നിന്നാട്ടെ. സരിൻ വരും എന്നാണ് വിചാരിക്കുന്നത്. സരിൻ വരും. എന്തുകൊണ്ട്? ഷാഫി പറമ്പിൽ ചെയ്ത് സാച്ചുറേറ്റഡ് ആയ കേരളത്തിൽ കുറച്ച് മാറ്റം വരണമെങ്കിൽ സരിൻ വരണം. ഷാഫി പറമ്പിൽ സാച്ചുറേറ്റഡ് ആക്കിയോ പാലക്കാടിനെ? ഏകദേശം ഡെവലപ്മെന്റ് കുറച്ചുകൂടെ വരണം. അത് സരിൻ വന്നാൽ ആ ചേഞ്ച് ഉണ്ടാവും. സരിൻ വന്നാൽ ഡെവലപ്മെന്റ് വരും. ഷാഫി പറമ്പിൽ വരുന്ന ഇവിടെ KK ദിവാകരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ എന്താ ചെയ്തെന്ന് പാലക്കാട് ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ ഷാഫി പറമ്പിൽ ഷാഫിയുടെ തുടർച്ച രാഹുൽ കൊണ്ടുപോകുന്ന ഈ ചേട്ടൻ പറയുന്നത് നടക്കുമോ? ഇല്ല, സരിൻ വരുമ്പോൾ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരും. ഉറപ്പായിട്ടും. എന്താ സാധ്യത? വട്ടിയൂർക്കാവ് ഈ സുഹൃത്തിന് അറിയാത്തതുകൊണ്ടല്ലേ ഈ ആത്മവിശ്വാസം. പിന്നെ ഈ പറഞ്ഞ മാതിരിക്ക് വ്യാജ ഐഡൻറ്റി കാർഡ് ഉണ്ടാകുമായിരിക്കും വ്യാജ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ധാരണയാണ്. അതൊക്കെ തെറ്റാണ്. ഏത് വികസനത്തിൻ്റെ കാര്യത്തിൽ വികസനമൊക്കെ 13 കൊല്ലമായിട്ട് ജനം കാണുന്നതാണല്ലോ. അതുകൊണ്ട് UDF-ന് യാതൊരുവിധ സാധ്യതയുമില്ല. ഷാഫി പറമ്പിൽ എന്ന പേരുപയോഗിച്ചാണല്ലോ ഇവരുടെ ഇത്. അത് ഈ ഷാഫി എന്താ പറയുക, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്നാണ് ചോദ്യം. ഡാങ്കൊക്കെതിരെ ഏത് ഡാങ്ക്? പഴയ ഡാങ്ക്? ഓ അത് ശരി. അവർക്കെതിരെ വ്യാജ കത്തെഴുതിയ ആളുകളാണ് ഇവിടെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം കത്തെഴുതി പറയുന്ന ആളുകൾ. നമുക്ക് പ്രതികരണം തേടി വരാം. എന്താ സാധ്യത? UDF ജയിക്കില്ല എന്ന് ആ ചേട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ ആര് ജയിക്കുക? BJP ജയിക്കും. BJP ജയിക്കാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. പെർസെൻറ്റേജ് മറുനാടൻ മലയാളീനെ അറിയാലോ, എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം വരെ പറഞ്ഞല്ലോ BJP ജയിക്കുള്ളൂ എന്ന്. എന്ന പോലെ ഗോവയിൽ നല്ല ഭരണമല്ലേ. ഗോവയിൽ നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് എന്ന് പറയോ. ഒരു പ്രശ്നമില്ല, ഭംഗിയായിട്ട് പോകണ്ട. അതുപോലെ കേരളത്തിൽ പോവും. ഭംഗിയാവും. നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ്. ഇപ്പൊ സ്ഥിരം ന്യൂസാ. എന്താ ഇവിടുത്തെ സാധ്യത? ഈ വിവാദങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ വിവാദങ്ങൾക്ക് ഒരു പഞ്ചമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഇപ്പോൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇരട്ട വോട്ട്, മറ്റേ വ്യാജ വോട്ട്, അങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇവർ തയ്യാറാവില്ല. 3 മുന്നണികളും തയ്യാറാവില്ല. കാരണം നമ്മൾ റേഷൻ അരി വാങ്ങിക്കുന്നതിന് ആധാർ ലിങ്ക് ചെയ്യണം. ബാങ്കിൽ അക്കൗണ്ട് പാസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആധാർ വേണം. ഗ്യാസ് വേണമെങ്കിൽ ആധാർ വേണം. എല്ലാറ്റിനെയും ആധാറിനെ ആശ്രയിക്കുമ്പോൾ ആധാർ എന്തുകൊണ്ട് ഇതിൽ ലിങ്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല? ലിങ്ക് ചെയ്താൽ ഒരാൾക്ക് ഒരു സ്ഥലത്ത് മാത്രമേ വോട്ടുണ്ടാകാൻ കഴിയുള്ളൂ. ആര് സഹായിച്ചാലും വേറൊരു സ്ഥലത്ത് വോട്ട് വരില്ല. അത് പൂർണ്ണമായി എല്ലാവർക്കും അറിയാം. അതിന് തയ്യാറായാൽ മാത്രമേ ഇത്തരം ആരോപണങ്ങൾ ഭാവിയിൽ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അത് പൂർണ്ണമായും 3 മുന്നണികളും തയ്യാറായാൽ മാത്രമേ അത്തരമൊരു സംവിധാനം ഉണ്ടാകുള്ളൂ. അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. എന്താണ് പാലക്കാട് ചേട്ടൻ അവസ്ഥ? അത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടർ ചാനലിനോട് റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ കുറേ പ്രായമായ ആളുകളൊക്കെ ഈ പരിപാടിയിൽ അഭിപ്രായം പറയാൻ വരുന്നുണ്ട്. അപ്പോൾ ഇരിക്കാനുള്ളൊരു സൗകര്യം നിങ്ങൾ കസേരയെടുത്ത് എറിയൂലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ സരീന ജയിക്കുള്ളൂ. 100% സരീന ജയിക്കും. എന്തുകൊണ്ട് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് വന്നില്ലേ? എന്ത് ഷാഫി പറമ്പ കൊണ്ടുവന്ന KSRTC വന്നില്ലേ? ഇടും, കല്ലിട്ടിട്ട് പോകും. കുറേ ഇത്
UDF പക്ഷെ അവിടെ മെഡിക്കൽ കോളേജ് വന്നില്ലേ? എവിടെ വന്ന് ആരാ കൊണ്ടുവന്നത്? എന്താ ഇവിടുത്തെ സാധ്യത ചേട്ടാ? ഞാൻ വരും. അതിന് മുമ്പ് നമുക്ക് അതിഥികളിലേക്ക് പോകണം. ചേച്ചി എന്താ സാധ്യത? ഇവിടെ 20-ആം തീയതി ജനങ്ങൾ തീരുമാനിക്കും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ എല്ലാവരും വോട്ട് ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ 23-ആം തീയതി നമ്മൾ കാലത്ത് ഒരു 11 മണിയാകുമ്പോൾ റിസൾട്ട് വന്നിരിക്കും. വൻ ഭൂരിപക്ഷത്തിൽ 15,000. ഇത്ര ആത്മവിശ്വാസം എന്തുകൊണ്ടാണ്? അത് ഇപ്പോൾ ഇവർ പറഞ്ഞു മെഡിക്കൽ കോളേജ് കല്ലിട്ടിട്ട് പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഷാഫി പറമ്പിൽ അവിടെ എന്തെല്ലാം കൊണ്ടുവന്നു ഈ 14 വർഷം ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞ കാരണം കൊണ്ടാണ് 1-ാം തവണയും 2-ാം തവണയും 3-ാം തവണയും ഷാഫി പറമ്പിൽ ഇവിടെ ജയിച്ചത്. പാലക്കാട് കാറ്റ് UDF-ന് അനുകൂലമാണെന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിഥികളിലേക്ക് കൂടി എത്തിയാൽ ആർഷോയിൽ തുടങ്ങുന്നു. ആർഷോ, പാലക്കാട് രാഹുലിന് അനുകൂലമായിട്ടൊരു കാറ്റുണ്ടെന്നാണ് ചിലരെങ്കിലും പറയുന്നത്. മാത്രവുമല്ല വിവാദങ്ങൾ CPM-നെയാണ് പ്രതിരോധത്തിലാക്കിയതെന്നും ഈ വോട്ടർമാർ പറയുന്നു. പ്രതികരണം. അല്ല, പാലക്കാട് ജനങ്ങളാകെ ഇതിനോടകം തന്നെ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും 90% ജനങ്ങളും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ ഏതൊരു പ്രദേശത്ത് കടന്നു ചെന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ അനുകൂലമായിട്ടുള്ള വികാരം മണ്ഡലത്തിലാകെ ദൃശ്യമാണ്. ഇപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ എന്നെ സൂചിപ്പിച്ചതുപോലെ കടുത്ത ത്രികോണ മത്സരം എന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഘട്ടമെത്തിയപ്പോൾ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു. ഇവിടെ BJP-യും കോൺഗ്രസും തമ്മിലുള്ള മത്സരമാണ്, ഇടതുപക്ഷം അപ്രസക്തമാണ് എന്ന് പറഞ്ഞിടത്ത് നിന്ന് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എത്തുമ്പോൾ ഇവിടെ ത്രികോണ മത്സരമാണ് എന്ന് ഇവരെ കൊണ്ട് ഉൾപ്പെടെ പറയിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ത്രികോണ മത്സരം എന്ന് നിങ്ങൾ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് പരിമിതി ഉണ്ടാകും. പക്ഷേ അവിടെയല്ല, അതും കടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഏറെ മുന്നേറിയിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ ഡോക്ടർ P. സരിനോടൊപ്പം നിൽക്കും. നഗരസഭയുടെ വികസന മുരടിപ്പ് 13.5 വർഷക്കാലം പാലക്കാടിൻ്റെ വികസനം തടഞ്ഞു വെച്ചതിനെതിരായി ഈ നാടിനൊരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി, പാലക്കാടിനെ വികസന പാതയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ P. സരിനോടൊപ്പം ഈ നാട് നിലയുറപ്പിക്കും. പാതി വഴിയിൽ ഡോക്ടർ P. സരിൻ ഈ നാട്ടിലെ ജനതയെ ഉപേക്ഷിച്ചു പോകില്ല എന്നുള്ളതാണ് ഈ നാടിന് ഞങ്ങൾ നൽകുന്ന ഉറപ്പ്. ആ ഉറപ്പ് ഈ നാട് ഏറ്റെടുക്കും. ശക്തമായ ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. UDF BJP പോരെന്നതിൽ നിന്ന് ത്രികോണ മത്സരം എന്ന ചിത്രം മാറിയിട്ടുണ്ടോ അബ്ദുൾ റഷീദ്? ഒരു ഇപ്പം ബഹുമാനപ്പെട്ട ആർഷോ പറഞ്ഞു ഇവിടെ ത്രികോണ മത്സരത്തിന്റെ ഫീലിംഗ് മനോരമയിലുണ്ട്, റിപ്പോർട്ടറിലുണ്ട്, ഏഷ്യാനെറ്റിലുണ്ട്, ന്യൂസ് 18-ലുണ്ട്. ചാനലിനപ്പുറം പാലക്കാടിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു ത്രികോണവുമില്ല. 38,000 വോട്ട് 36,000 ആയി, 36,000 വോട്ട് 34,000 ആയി. അതിൽ എത്ര വോട്ട് പിടിച്ച് 3-ാം സ്ഥാനത്ത് പോകും എന്ന് മാത്രമേ പ്രിയപ്പെട്ട ആർഷോ. തീർച്ചയായും UDF-ഉം BJP-യും തമ്മിലാണ് പാലക്കാട് മണ്ഡലത്തിലെ പോരാട്ടം. അല്ല, ഇവിടെ BJP-യും ഇവിടെ UDF-ഉം BJP-യും തമ്മിലാണ് പോരാട്ടം. ഇവിടെ ആർഷോ പറഞ്ഞു പാതി വഴിയിൽ ചേലക്കരയിൽ രാധാകൃഷ്ണേട്ടൻ പാതി വഴിയിലാണോ ഉപേക്ഷിച്ച് പോയതെന്നും കൂടി ഒന്ന് പൂർത്തീകരിച്ചാൽ മതി. ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം, 1 മാസമായി തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ നടക്കുന്നു. ജനങ്ങൾ 4 ദിവസത്തിനപ്പുറത്തേക്ക് ഇവിടുത്തെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ, ഞാൻ എല്ലായിടത്തും പറഞ്ഞു, ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ 10,000 ഭൂരിപക്ഷമെങ്കിൽ ഒരു തർക്കമില്ല. ഈ അവസാന ഘട്ടം ആകുമ്പോൾ ആ ഭൂരിപക്ഷം 20,000 കടന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച ആത്മവിശ്വാസം. അതിലൊരു തർക്കമില്ല. ഇവിടെ ജനങ്ങൾ കൃത്യമായും ഷാഫി പറമ്പിലിന്റെ 13 വർഷക്കാലത്തെ MLA എന്ന നിലയിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, അത് മെഡിക്കൽ കോളേജ് തൊട്ട് ബസ് സ്റ്റാൻഡ് തൊട്ട് എല്ലാ കാര്യങ്ങളും പ്രേക്ഷകൻ ചോദിച്ചു, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടതെന്നാ ചോദിച്ചത്. അല്ല, അതിനേക്കാൾ നല്ല മികച്ച സ്ഥാനാർത്ഥിയാണ്. അത് ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സമരനായകനെ, വിദ്യാർത്ഥി യുവജന സമരനായകനെ, കേരളത്തിലെ ഈ പിണറായി സർക്കാർ അർദ്ധരാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യണമെങ്കിൽ പിണറായിക്ക് പോലും പേര് കേട്ടാൽ മുട്ടുപറക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി ശ്രീ രാഹുൽ മാങ്കൂട്ടം മാറിയിട്ടുണ്ട്. അത്ര കരുത്തനാണ്, അത്ര ജനകീയനാണ്, അത്ര ശക്തനാണ്. ലോക മലയാളികൾക്ക് സുപരിചിതനായ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും പാലക്കാടുകാർക്കും ലോക മലയാളികൾക്കും സുപരിചിതനായ, ഒരുപക്ഷെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അദ്ദേഹം ജയിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു പുലിക്കുട്ടി അടരാടുന്നത് പോലെ കേരളത്തിന്റെ നിയമസഭയിൽ UDF-ന്റെ പ്രതിപക്ഷ പോരാട്ടങ്ങൾക്ക് ശ്രീ VD സതീശന് കരുത്തു പകരുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു നോക്കൂ. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം 20,000-ലേക്ക് ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുകയാണ്. പ്രതീക്ഷയിൽ ത്രികോണ മത്സരമില്ല, മത്സരം UDF-ഉം BJP-യും തമ്മിലാണെന്ന് UDF തന്നെ പറയുന്നു. പക്ഷേ 20,000 ഭൂരിപക്ഷത്തിന് രാഹുൽ പുലിക്കുട്ടിയാവും.
ആത്മവിശ്വാസത്തില് 20,000 അല്ല 50,000 ഉയർത്താം. സത്യസന്ധമായിട്ട് അത് നടക്കില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മള് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കട്ടെ. നമ്മുടെ എല്ലാ വോട്ടർമാരും അതുപോലെ ഞങ്ങൾ 3 പ്രതിനിധികളും ഉണ്ട്. നമ്മൾ ഇത്ര കാലം അങ്ങോട്ട് കൂവിയും ഇങ്ങോട്ട് കൂവിയും ഒക്കെ പല ചാനലുകളിൽ ചർച്ച നടത്തി. അരുൺജിയൊക്കെ ഒരുപാട് ദിവസങ്ങളായി ഇവിടെയുണ്ട്. നമ്മൾ ഇപ്പോഴും പാലക്കാടിനകത്ത് ചർച്ച നടത്തുമ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളും ജയിച്ചു വരുമ്പോൾ 3 പാർട്ടിയും പറയുന്ന വിഷയം എന്താണ്? അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, വികസനം എത്തിയിട്ടില്ല. അപ്പൊ ഇത്ര കാലം നടക്കാത്ത ഇനി 1.5 കൊല്ലം കൊണ്ട് നടത്താന്നാണല്ലോ ഇവർ രണ്ടുപേരും പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഷാഫിയും രാജേഷും തമ്മിലൊരു കോംബോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനായിട്ടുള്ള രാജേഷ് MP ആയിരുന്ന സമയത്ത് ഷാഫിയുമായിട്ടുള്ള കോംബോ, ശ്രീകണ്ഠനും ഷാഫിയുമായിട്ടുള്ള ഒരു കോംബോ ഉണ്ടായിരുന്നു, MP-യും MLA. ഇവർ രണ്ടുപേരും തനതായി ചിന്തിച്ചുകൊണ്ട് പാലക്കാടിന്റെ 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു മേഖല ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു സംവിധാനത്തെ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ത് വികസനമാണ് ഭാവിയിൽ പാലക്കാടിന്റെ മണ്ണിലെ യുവജനങ്ങളടക്കമുള്ള, സാധാരണക്കാരടക്കമുള്ള, കർഷകരടക്കമുള്ള, വയസ്സായവരടക്കമുള്ള ആളുകൾക്ക് കൃഷ്ണകുമാർ ജയിച്ചു വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ. മുനിസിപ്പാലിറ്റിയിൽ എന്ത് കാണിച്ചു കൊടുത്തു? മുനിസിപ്പാലിറ്റിയിലെ റോഡുകൾ തകർന്ന് കിടക്കുകയല്ലേ? ടൗൺ ഹാൾ പണി പൂർത്തിയാവാതെ കിടക്കുകയല്ലേ? മുനിസിപ്പാലിറ്റിയിലൂടെ ഒന്നും സഞ്ചരിച്ചു കഴിഞ്ഞാൽ BJPയോടുള്ള പ്രിയം നഷ്ടപ്പെടില്ലേ ഉല്ലാസ്? ഡോക്ടർ അരുൺ അതിന് കൃത്യമായിട്ട് മറുപടിയുണ്ട്. അരുണിനും എനിക്കും ഈ സമൂഹത്തിനും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തനത് സ്വയാർജിത ഫണ്ട് ഇല്ലാത്തൊരു സംവിധാനമാണ് മുനിസിപ്പാലിറ്റി എന്ന് പറയപ്പെടുന്നത്. ഈ മുനിസിപ്പാലിറ്റി ഈ നിലയിൽ എത്തിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രി ആരാണെന്ന് അരുൺകുമാർജി പറയണം. അത് പാലക്കാടിന്റെ സ്വന്തം MP രാജേഷാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ 100%, അരുൺജി ആണെങ്കിലും 100 റുപ്യ ശമ്പളം കിട്ടിയത് 50 റുപ്യ ആയി കഴിഞ്ഞാൽ ചെലവ് ചുരുക്കൂലേ? സ്വാഭാവികമായിട്ട് ഈ സർക്കാർ തനത് ഫണ്ടില്ലാത്ത കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും 50% ആക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ പ്രയാസമുണ്ട്. 2, DPR അടക്കം എടുത്ത് 3 കോടി രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞിട്ട് ആ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ബഹുമാനനായിട്ടുള്ള ഇവിടുത്തെ പഴയ MLA ശ്രീ ഷാഫി, അദ്ദേഹം 1 കോടി രൂപ മാത്രം മാറ്റിവെച്ച് അദ്ദേഹം അത് പുതിയ ഡിസൈനുമായി വരാമെന്ന് പറഞ്ഞു പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. രാജേഷും ഷാഫിയും മുനിസിപ്പാലിറ്റിയും ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നിടത്ത് രാഷ്ട്രീയം മാത്രമല്ല അവിടെ ചർച്ചയാക്കേണ്ടത്, ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകേണ്ട ഒരു വിഷയമായിരുന്നു. അവിടെ നിന്ന് ഇവർ മറച്ചു വെക്കുന്നത് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ. ഈ വിവാദങ്ങൾ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നു? നോക്കൂ, നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ വരെ ഇരട്ട വോട്ടുണ്ടെന്നുള്ളതാണ് CPM-ന്റെ ആരോപണം. ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് 3 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ ജില്ലാ ഓഫീസിൽ തന്നെയാണ്. അദ്ദേഹത്തിന് സംവിധാനങ്ങൾ BLO-നെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യമല്ലേ? അവർക്കത് വെട്ടാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്ത് വോട്ടുമില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് ചേർക്കുന്നത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് താമസം മാറുന്ന സമയത്ത് വോട്ട് ചേർക്കുന്ന പ്രക്രിയ കേരളത്തിൽ ആദ്യമായിട്ടാണോ നടക്കുന്നത്? അങ്ങനെ അദ്ദേഹത്തിന് അവിടെ വോട്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് BLO-നെ അറിയിക്കുമ്പോൾ അത് വെട്ടേണ്ട ഉത്തരവാദിത്വം ഹരിദാസിന് പോയിട്ട് വെട്ടേണ്ട ഉത്തരവാദിത്വമില്ല, അത് BLO വെട്ടണം. ഇവിടത്തെ കളക്ടർ എന്ന് പറയപ്പെടുന്ന, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പാലക്കാട് കളക്ടർ ഉണ്ടല്ലോ, സൂത്രക്കെട്ടിന്റെ ആശാന സ്വഭാവമാണ്. അവരുടെ കീഴിൽ നടക്കുന്ന ഉദ്യോഗസ്ഥരെ വെച്ച് സകല അഭ്യാസങ്ങളും അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അവരുടെ കൃത്യമായി അവരുടെ പ്രവൃത്തി അന്വേഷിക്കേണ്ടതാണ്. അത് ഈ ഇരട്ട വോട്ടിലായിക്കോട്ടെ, ഇനി പോട്ടെ 34-ാം ബൂത്തിൽ ബഹുമാനായിട്ടുള്ള കോൺഗ്രസിന്റെ വ്യക്തി മനസ്സിലാക്കണം, 33-ാം ബൂത്തിൽ 17 വോട്ടുകൾ എന്തിനാ വെട്ടിക്കളഞ്ഞത്? അവിടുത്തെ റേഷൻ കടക്കാരൻ, അവിടുത്തെ അമ്പലത്തിലെ പൂജാരി, ഇതൊന്നും അവിടുത്തെ ആൾക്കാരല്ലാതല്ലോ. എന്തിനാ അവരെ റിമൂവ് ചെയ്തത്? എന്ത് അടിസ്ഥാനത്തിൽ അവരുടെ ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വമല്ലേ? തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുൻപ് നേരത്തെ കോൺഗ്രസിന്റെ ബന്ധു പറഞ്ഞു അവരുടെ സ്ഥാനാർത്ഥി ലോക മലയാളികൾക്കാകെ സ്വീകാര്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണെന്ന്. അങ്ങ് ലോക മലയാളികൾക്കൊക്കെ സ്വീകാര്യനാക്കുന്നതിന് മുൻപ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ നേതാക്കൾക്കും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഇദ്ദേഹത്തെ ഒന്ന് സ്വീകാര്യനാക്കി കൊടുത്താൽ നന്നായിരിക്കും. ആ സ്ഥാനാർത്ഥി പാലക്കാട്ടേക്ക് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തു. ആ സ്ഥാനാർത്ഥി പാലക്കാട്ടേക്ക് എത്തിയതിനു ശേഷം ഇന്ന് ഈ നിമിഷം വരെ 1 ഡസന് മുകളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര് കോൺഗ്രസ് പാളയം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് വരുന്ന നില ഉണ്ടായിട്ടുണ്ട്. പാലക്കാട്ടെ മാത്രം സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പോയിട്ടുള്ളൂ 1 ഡസന്. നിങ്ങളുടെ
വർഷങ്ങളായി കുറെ വർഷങ്ങളായി സംഘടനക്കകത്ത് അസ്വസ്ഥനായി പോകാൻ നിൽക്കുകയായിരുന്നു. നിങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ ഇറങ്ങി വന്നു. ഒരു വർഷമായിട്ട് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഞാൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പാർട്ടി പരിപാടികൾ സജീവമല്ല. പഞ്ചായത്ത് മെമ്പർ കുറെ കാലങ്ങളായി ഇവിടുത്തെ പാർട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും UDF നേതൃത്വവുമായി ബന്ധപ്പെട്ടും ഒരു സഹകരണമില്ല. അല്ല ഞാൻ പറയട്ടെ, മണ്ഡല സെക്രട്ടറിയോ? മണ്ഡലം സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭർത്താവാണ്. ഞാൻ പറയട്ടെ, പോയ 3, 4, 5 പേര് അവരെല്ലാം പാർട്ടിക്കകത്ത് മറുപടി പറയണ്ടേ, ഇവർക്കെല്ലാം കുറെ കാലങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായോ ഐക്യജനാധിപത്യ മുന്നണിയുമായോ ഒരു ബന്ധത്തിലും ഒരു പ്രവർത്തനവും ഇവർ രംഗത്തുണ്ടായിരുന്നില്ല. അവരുടെ അസ്വസ്ഥതകളും അവരുടെ പ്രയാസങ്ങളും പരിഹരിക്കാൻ പാർട്ടിയും മുന്നണിയും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഭരണകാലത്തിലും ശ്രമിച്ചിട്ടുണ്ട്. അവർക്കൊരു മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവർ അവസരം ഉപയോഗിച്ചു വന്നതിനപ്പുറത്തേക്ക് പാലക്കാട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയിൽ ഞാൻ പറയാം, സമാനമായ നിലയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെയും പാലക്കാട് ജില്ലയിലെയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രവർത്തകർ അവരൊക്കെ കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അസ്വസ്ഥരാണ്. അവരൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പാലക്കാട്ടെ പ്രാദേശിക BJP പ്രവർത്തകരും നേതാക്കളും ഇല്ലാത്തത്. അവിടെ അവസാനിക്കുന്നില്ല. ഈ പാലക്കാട് ഒരു പ്രാധാന്യവുമില്ല, ഒരു പ്രാധാന്യവും ഈ വർദ്ധിപ്പിച്ചത് 23-ാം തീയതി പാലക്കാടും വർദ്ധിപ്പിച്ച് ഞങ്ങൾ കാട്ടിത്തരാം. ഇനി പ്രാദേശിക നേതാക്കൾ മാത്രമല്ല, ഇവിടുത്തെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാകെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ് അവരുടെ കൈവശം ഉണ്ടായിരുന്ന അവർ ACCക്ക് അയച്ച കത്ത് പുറത്തു വിട്ട് ഈ നാടിനോട് പറഞ്ഞു ഞാനും DCC പ്രസിഡന്റും 5:30 DCC ഓഫീസിൽ നടന്ന ഇലക്ഷന്റെ ഒരു ഇൻകാസിന്റെ പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വോട്ട് ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങളുടെ EP ജയരാജൻ എപ്പോഴാണ് മാരാർജി ഭവനിലേക്ക് പോകുന്നത്? ചോദ്യം, ഇന്നലെ EP ജയരാജൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണ്, ഊതിക്കാച്ചിയെ പൊന്നെന്നൊക്കെ പറഞ്ഞത് ശരിക്കും ട്രോൾ ചെയ്താണോ? അല്ല, ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്കും ഈ നാട്ടിലെ മനുഷ്യർക്കും ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം മികച്ച സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ P. സരിൻ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട് അദ്ദേഹത്തെ ഏറ്റെടുത്തിട്ടുള്ളതും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ എത്രയാകും ഭൂരിപക്ഷം എന്നുള്ളത് ഈ വരുന്ന 23-ാം തീയതി നമുക്ക് കാണാം. വട്ടിയൂർക്കാവിൽ എന്താണോ കണ്ടത്, സമാനമായ നിലയിൽ 3-ാം സ്ഥാനത്ത് നിന്നും കുതിച്ചുയർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് നിയോജക മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള ഒരു തർക്കവും വേണ്ട. തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ 70,000-ഓളം വോട്ട് BJP 86,000 കുറയ്ക്കരുത്. കുറക്കില്ല 86,000-ഓളം വോട്ട് മറിച്ചിട്ടാണ് BJP വിജയിച്ചത്. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം 4,000-ൽ പരം ചുരുങ്ങിയ വോട്ടിനായിരുന്നു കോൺഗ്രസ് വിജയിച്ചത്. ആ ഒരു മണ്ഡലം ഇന്ന് ബൈ ഇലക്ഷനിലേക്ക് വന്നിരിക്കുന്നതും കോൺഗ്രസ് തന്നെയാണ് ഉത്തരവാദികൾ. അതുപോലെ തന്നെ സുരേന്ദ്രൻ പറയുകയാണ് 4 കോടി രൂപ ഷാഫി പറമ്പിൽ കൈപ്പറ്റി എന്ന് പറഞ്ഞൊരു ആരോപണം, ഗുരുതരമായിട്ടൊരു ആരോപണം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ നേരം വരെ ഷാഫി പറമ്പിൽ അതിനൊരു പ്രതികരണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ വർഗീയവാദത്തിനെ ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് എന്ത് വിശ്വസിച്ചാണ് പാലക്കാട് ജനത വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് മറുപടി കൂടെ. അതായത് BJP പ്രതിനിധികള് പാലക്കാട് മുനിസിപ്പാലിറ്റി നേരാമണ്ണം ഭരിക്കാത്തവർ എന്ത് ചോദിച്ചിട്ടാണ് ഇവർ MLA ഇലക്ഷൻ വരുന്നതായിരിക്കാറില്ല. കാരണം എന്താ, ജനങ്ങൾ ആട്ടി ഓടിക്കും. കാരണം കർഷകർക്ക് 900 കോടി രൂപ ഇപ്പോഴും കൊടുക്കാനുണ്ട്. കർഷക ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്നും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഇവർ എന്ത് പറഞ്ഞിട്ടാണ് പാലക്കാട് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോണത്? പിന്നെ എനിക്ക് അർഷോനോട് ചോദിക്കാനുള്ളത്, മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു വിവാദം ഉണ്ടല്ലോ, ഗോപാലകൃഷ്ണൻ. ആ ഗോപാലകൃഷ്ണൻ്റെ കേസ് അന്വേഷണം നിർത്തി എന്ന് പറഞ്ഞു. അത് എന്തിൻ്റെ അടിസ്ഥാനം? അതായത് ഇവരൊരു അന്തർധാരയിൽ ഡീലാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ചർച്ചയ്ക്ക് ചൂടുപിടിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അവിടെ തന്നെ തുടരുക. ആർഷോയും അബ്ദുൾ റഷീദും ഉല്ലാസും പാലക്കാട്ടെ ജനപ്രതിനിധികളും ഒപ്പം വോട്ടർമാരും ചോദ്യങ്ങൾ ഉന്നയിക്കും. പരസ്പരം വാദങ്ങളുമായി കുരുക്ഷേത്രം തുടരും. തേരു കഴിഞ്ഞെങ്കിലും തേരോട്ടം അവസാനിച്ചിട്ടില്ല. പാലക്കാട് കൽപ്പാത്തി തേരായിരുന്നു ഇന്ന്. ഇനി 20-ാം തീയതിയാണ് യഥാർത്ഥത്തിലുള്ള
ദേവരഥ സംഗമം പോലെ രാഷ്ട്രീയ സംഗമം ഉണ്ടാവുക? ആരായിരിക്കും രാഷ്ട്രീയ തേർത്തെളിക്കുക എന്നതാണ് ചോദ്യം. വോട്ടിൽ തേരോട്ടമാർക്ക്? പാലക്കാട് കോട്ടമൈതാനത്ത് നിന്നും തത്സമയം കുരുക്ഷേത്രം. നമ്മൾ പറഞ്ഞോട്ടെ, എന്തോ നേരത്തെ ചോദ്യം ചോദിച്ചായിരുന്നു. ഹർഷവന്തും BJP-ന്റെ ആർക്കാണ് സാധ്യത? രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം? കാരണം ഇപ്പൊ സരിനാണെങ്കിൽ സ്വന്തം പാളയത്തിൽ നിന്ന് സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച ഒരു വർഗവഞ്ചകനാണ് ഈ പറയുന്ന സരിൻ എന്ന് പറയുന്നത്. ആ വർഗവഞ്ചകനോ? അതെ, വർഗവഞ്ചകൻ. ഏത് വർഗത്തെ പുള്ളി വഞ്ചിച്ചു? കോൺഗ്രസ് എന്ന് പറയുന്ന അദ്ദേഹം കടന്നു വന്ന കോൺഗ്രസ് പെട്ടെന്ന് തന്നെ സീറ്റ് നൽകി പാലൂട്ടി വളർത്തിയതല്ലേ സരിനെ. പെട്ടെന്ന് സരിന് കടന്നു പോകുമ്പോൾ ആ പ്രവർത്തകർക്കുള്ള മാനസികമായ വിഷമം മനസ്സിലാക്കാതെ ഈ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് സരിന് നിങ്ങൾ സീറ്റ് കൊടുക്കാൻ എന്താ കോൺഗ്രസ്? സരിന് കൊടുക്കാഞ്ഞത്, സരിനെ പരിഗണിക്കുന്നത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് സരിനെ പരിഗണിച്ചില്ല. അത് ഞങ്ങളെ കുറ്റല്ലല്ലോ, സരിന്റെ കഴിവില്ലായ്മ. സരിന്റെ കഴിവില്ലായ്മയാണ്. ഓക്കെ സാർ, ഇവിടെ ജനശക്തി കോൺഗ്രസ് പാർട്ടി പിന്താങ്ങുന്ന ഗ്യാസ് സിലിണ്ടർ 251 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാർക്കും 10,000 രൂപ പെൻഷൻ ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞാൽ എൻ്റെ കിട്ടുന്ന മുഴുവൻ ശമ്പളവും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ക്യാൻസർ രോഗികൾ, ഭിന്നശേഷിക്കാർ, കാഴ്ചയില്ലാത്തവർ, അങ്ങനെയുള്ള സാധാരണക്കാർക്ക് എൻ്റെ മുഴുവൻ ശമ്പളവും ഞാൻ ഇവിടെ കൊടുക്കും. ഇത് പറയാൻ ഇന്ത്യയിലെ ഒരു മത്സരാർത്ഥിക്കോ ഒരു MLA-ക്കോ ഒരു MP-ക്കോ പറയാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്ന് കൂടി സാറോട് ഒരു ചോദ്യം. 10,000 രൂപ നിങ്ങൾ ഏത് ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കും? പെൻഷൻ ഏത് ഫണ്ടിൽ നിന്ന് കൊടുക്കും? സാർ, 1000-10,000 കോടി വെള്ളത്തിലിട്ട് കലക്കി കളയുമ്പോ 1,000 കോടി ഇവിടുത്തെ സാധാരണക്കാരന് 90-70 വയസ്സ് കഴിയുന്ന പാവപ്പെട്ടവർക്ക് 1,000 കോടി രൂപ പദ്ധതി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ എന്തിനാണ് 70-90 വർഷം ഇവര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി നമുക്ക് ചോദിക്കാം. ഇവിടെ എന്താ? ഞാൻ തിരുവില്ലാമലക്കാരനാണ്. ഞാൻ ജീവിതത്തിൽ വാർഡ് മെമ്പർ പോലും ആയിട്ടില്ല. 2016 സരിൻ വന്നപ്പോൾ UDF-ലേക്ക് വന്ന് 2021 സീറ്റ് കൊടുത്തു. ചേലക്കര മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റപ്പാലത്ത് പോയി മത്സരിച്ചു, വീടെടുത്ത് താമസിച്ചു, ഒറ്റപ്പാലത്ത് മത്സരിച്ചു, 15,000 വോട്ടിന് തോറ്റു. പിന്നെ അവന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കും, ഒറ്റപ്പാലത്ത് തന്നെ കൊടുക്കും. പാലക്കാട് വന്ന് ഷാഫി പറമ്പിൽ ഇവിടെ ജയിച്ചു എന്ന് തോന്നിയപ്പോൾ ആ സ്പോട്ടിൽ തന്നെ വന്ന് ഇവിടെ വീട് വാടകയ്ക്ക് എടുത്ത് ഇവിടെ വോട്ട് ലിസ്റ്റ് ചേർത്തി. ഇത് പക്ഷേ വൈഫിൻ്റെ ആയാലും ഇവിടെ വന്ന് വോട്ട് ലിസ്റ്റിൽ പേര് ചേർത്തിയില്ലേ? തിരുവില്ലാമലക്കാരനാണ് അവൻ. കേൾക്കണ്ട. അപ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ CPM-ന് ഇവിടെ ഒരു സ്ഥാനാർത്ഥിനെ പറ്റാത്തതുകൊണ്ടല്ലേ ഈ പൂത്ത ഫ്രഡും മറുകണ്ഠം ചാടുന്ന സ്ഥാനാർത്ഥിക്ക് ആര് വോട്ട് ചെയ്യുമെന്ന് CPM പറയണം. ചോദ്യം. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. അതിനു മുൻപ് നേരത്തെ ഒരു ഡീലിനെ സംബന്ധിച്ചുള്ള ചോദ്യം ഉയർന്നു വന്നിരുന്നു, കേസ് എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന് പരിചിതമായ ചില സംഭവങ്ങൾ മുൻനിർത്തിയായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക, അങ്ങനെ ചോദിച്ചിട്ടുണ്ടാകുക. എന്നാൽ ആ അനുഭവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഉണ്ടാവില്ല. ആ അനുഭവം ഉണ്ടാവുക നിങ്ങൾക്ക് കുറച്ചു കാലം മുൻപ്, 5-8 കൊല്ലം മുൻപ് UDF-ന്റെ മിനിസ്ട്രി കേരളത്തിനകത്ത് അധികാരം ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ്. 2 അനുഭവം ഞാൻ അങ്ങയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, പ്രവീൺ തൊഗാഡി എന്ന RSS-ന്റെ നേതാവ് കേരളത്തിൽ വന്ന് നടത്തിയ വിദ്വേഷ പ്രസംഗം, ഈ നാടിനെയാകെ ഭിന്നിപ്പിക്കാൻ പാകത്തിലുള്ള വിദ്വേഷ പ്രസംഗം. ആ കേസ് എഴുതി തള്ളുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞ കാരണം കുമ്മനം രാജശേഖരൻ ഒരു കുറിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് എഴുതി തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വിഡ്രോവലിനെ ഉമ്മൻചാണ്ടി മിനിസ്ട്രി തയ്യാറായത്. സമാനമായ നിലയിലാണ് MG കോളേജിനകത്ത് ബോംബെറിഞ്ഞ് പോലീസുകാരന്റെ കാല് തകർത്ത RSS-കാർക്കെതിരെ എടുത്ത കേസ് എഴുതി തള്ളുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി പറഞ്ഞത് ഒരു കോൺഗ്രസിന്റെ MLA തന്നെ കത്ത് നൽകി എന്നുള്ളതായിരുന്നു. പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. അങ്ങനെ കുമ്മന രാജശേഖരൻ കുറിപ്പ് കൊടുക്കുമ്പോ കേസ് എഴുതി തള്ളുന്നതിന്റെ അനുഭവം പണ്ട് UDF ഭരിക്കുന്ന കാലത്തെ ഉണ്ടാകൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലത്ത് ഉണ്ടാകില്ല. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം, വേണമെങ്കിൽ അങ്ങേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം, വേണമെങ്കിൽ അങ്ങേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. അതായത് ഇപ്പോ ഈ പിണറായി വിജയന്റെ 8 വർഷത്തെ കാലയളവിൽ ഒരുപാട് ആൾക്കാർക്ക് മാനസിക സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് RSS-ന്റെ മറ്റേ ക്രിമിനലുകൾക്ക്. എന്ത് ക്രിമിനൽത്വം ചെയ്താലും അപ്പൊ മാനസിക സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് എന്തിട്ട് ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഒരു ചോദ്യം തൃശ്ശൂരിലെ കാര്യമാണ്.
അതൊന്ന് സുനിൽകുമാറിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ആദ്യം ഒന്ന് ശ്രമിക്കണമെന്ന്. അല്ല, ഞാൻ പറയട്ടെ പൂരം കലക്കിയിട്ട് അജിത് കുമാറിനെ RSSന്റെ നേതാവ് ദത്താത്രേയ ഹൊസബലിന്റെ അടുത്തേക്ക് അയച്ചിട്ട് RSSന്റെ നേതാവിനെ കാണാൻ അയച്ചിട്ട് മകളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഈ നാടിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അജിത് കുമാറിനെ RSSന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി പറഞ്ഞയച്ചത് പിണറായി വിജയനാണെന്ന് സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ വായിൽ പോകുന്നത് വിളിച്ചു പറയുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. നിങ്ങൾ ED കൊണ്ട് അന്വേഷിക്കുക, ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വിജിലൻസിൽ കൊണ്ട് അന്വേഷിക്കുക. പാതിരാത്രി സ്ത്രീകളെ കിടക്കുന്ന റൂമിൽ ഒരു മര്യാദയുമില്ലാതെ കയറി ചെല്ലുന്ന നിങ്ങളുടെ പോലീസ് ഉണ്ടല്ലോ, ആ പോലീസിനോട് അന്വേഷിക്കാൻ പറ. ചോദ്യം 84,000 വോട്ട് എവിടെ പോയിന്നും ഷാഫി കൈപ്പറ്റി എന്ന് പറയുന്ന 4 കോടി രൂപ അതിന്റെ വിശദീകരണം എവിടെയെന്നാണ് ആ 2 ചോദ്യത്തിനുള്ള മറുപടി. അതാണ് പ്രതീക്ഷിക്കുന്നത്. ആ തൃശ്ശൂരിലെ ഡീലിന്റെ പുറത്ത് പാലക്കാടുണ്ടായിരുന്നു CPM-ന്. ആ വോട്ട് ഇപ്പൊ എവിടെ പോയി? പാർലമെന്റിലേക്ക് ഇവിടുത്തെ വോട്ടിന്റെ കണക്ക് ഞാൻ പറഞ്ഞു. 38,000-ൽ നിന്ന് 36,000. അതിനെ തൃശ്ശൂരിൽ പറഞ്ഞു. അത് നിങ്ങളുടെ ഡീല്. പാലക്കാട് നിങ്ങൾ ജയിച്ചിടത്ത് നിന്ന്, നിങ്ങൾ CPIM-ന്റെ MLA ദിവാകരൻ ജയിച്ചിടത്ത് നിന്ന് നിങ്ങൾ എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി, എങ്ങനെ BJP 2-ാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യം പറയണം. എന്റെ ചോദ്യം BJP പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയുമാണ്. 2016 നിയമത്തിലും അതേപോലെ തന്നെ 2014 ലോക്സഭാ ഇലക്ഷനിലും BJP ജയിച്ചു. അവിടെ CPM-ന്റെ വോട്ട് ഒരു വോട്ട് പോലും കുറയാതിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഈ കുറഞ്ഞ വോട്ട് എവിടെ പോയി എന്ന് കോൺഗ്രസ് എന്നോട് പറയണം. പാലക്കാട് ഇതാ കാര്യമില്ല ഞാൻ പറഞ്ഞു. തൃശ്ശൂരിന്റെയും നേമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കോൺഗ്രസിന്റെ വോട്ട് പറയുന്നത് ഇവിടെ കൃത്യമായും കണക്ക് ഇവിടെ പറഞ്ഞു. തീർപ്പാക്കണം പെട്ടെന്ന്. KK ദിവാകരൻ മത്സരിക്കുന്ന സമയത്തുണ്ടായിരുന്ന വോട്ട് എവിടെ പോയി എന്നാണ് ചോദ്യം, സ്പെസിഫിക് ചോദ്യം. അല്ല, തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പിറകോട്ടടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമല്ല. ആ പിറകോട്ടടി ഞങ്ങൾ പരിഹരിക്കും എന്നുള്ളതിനകത്തും തർക്കമല്ല. തൃശ്ശൂരിൽ ഇവരുടെ ഡീല് അത് കൃത്യമായും തൃശ്ശൂരിലെ ഡീല് കേരളത്തിന്റെ പൊതുജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം. കേരളത്തിന്റെ ADGP അജിത് കുമാറിനെ RSSകാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ച് ഒരു നിമിഷം റഷീദ്, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ എന്റെ അടിസ്ഥാനമായ ചോദ്യം, BJP CPM തമ്മിൽ ഡീൽ ഉണ്ടെങ്കിൽ കോൺഗ്രസിന് 86,000 എങ്ങനെ പോകും? അവിടെ കൃത്യമായും വലിയ പ്രചരണം BJP നടത്തിയിട്ടുണ്ട്. അവിടെ നരേന്ദ്രമോദിയും ഞാൻ പറയട്ടെ അവിടെ കൃത്യമായും വലിയ പ്രചരണം BJP വലിയ സാമ്പത്തികമായി ഒഴുക്കും അവിടെ നടന്നിട്ടുണ്ട്. കോൺഗ്രസിന് കിട്ടാവുന്ന സ്വാഭാവികമായി കിട്ടിക്കൊണ്ടിരുന്ന ഇടതുപക്ഷ വോട്ടുകളുണ്ട്. പറയട്ടെ, ഇടതുപക്ഷത്തിന് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. BJP-യിൽ നിന്ന് വോട്ടുകൾ കിട്ടാറുണ്ട്. TN പ്രതാപൻ ജനകീയമായി സമാഹരിച്ച ജനകീയമായി TN പ്രതാപൻ സമാഹരിച്ചു കൊണ്ടിരുന്ന വോട്ടുകളുണ്ട്. BJP-യിലേക്ക് പോയൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമുണ്ട് അധികാരത്തോടുള്ള ആർത്തി കൊണ്ട് സ്വന്തം ആത്മാഭിമാനത്തെയും രാഷ്ട്രീയ പാരമ്പര്യത്തെയും കുടുംബ പാരമ്പര്യത്തെയും പണയപ്പെടുത്തിയിട്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പത്മജ അപ്പുറം പോയപ്പോ BJP-യിലേക്ക് പോയപ്പോ അവിടെ നടക്കുന്ന ഒരു അഭിമാന പോരാട്ടമാണെന്നുള്ള ബോധ്യം കോൺഗ്രസ് ഏറ്റെടുത്തു. വർഗീയതയ്ക്ക് മുന്നിൽ 1 ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്യാനില്ല. അപ്പൊ കോൺഗ്രസിന്റെ ഒരു ഫയർ ബ്രാൻഡ് ഞങ്ങള് നേമത്ത് ഞങ്ങള് ഏറ്റവും നല്ല മികച്ച സ്ഥാനാർത്ഥി ഇറക്കി. ഒരു ഘട്ടത്തിൽ ജയരാജൻ വലിയ പോരാട്ടം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞപ്പോ വടകരയിൽ അങ്ങനെ കേരളത്തിലെ ഏറ്റവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങള് തൃശ്ശൂർ നിലനിർത്താൻ വേണ്ടി അയച്ചു. അവിടെ പകരം നേരത്തെ ചോദിച്ചു എന്തിന് ഷാഫി പറമ്പിൽ പോയി? ഷാഫി
ഷാഫി പറമ്പിൽ പോയതിന്റെ ഉത്തരമാണ് 1 ലക്ഷം വോട്ടിന് വടകരക്കാർ അവിടെ നിങ്ങൾ ആരെ തോപ്പിച്ചത്? അല്ല, അവിടെ നിങ്ങൾ ആരെ തോപ്പിച്ചത്? ഞങ്ങൾക്ക് ജയിക്കേണ്ടത് BJP-ക്കെതിരെയാണ്. അവിടെ പാർലമെന്റിൽ കോൺഗ്രസിൽ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ പറയട്ടെ, രാജ്യത്തിന്റെ പാർലമെന്റിൽ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ MP-മാർ കടന്നു വരേണ്ടത് രാജ്യത്തിലെ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് കരുത്ത് വരണം. നിങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ ഡീൽ ആർക്കാ ഉള്ളത്? ജനങ്ങൾക്ക്. നിങ്ങളുമായിട്ട് പിന്നെന്താ, ഞാൻ ചോദിക്കട്ടെ അരുൺകുമാറെ, വാക്തോരണി ഇങ്ങനെ കിട്ടുകിട്ടുന്നതിന് അടിക്കല്ലേ എന്ത് പറഞ്ഞിട്ട് ഞങ്ങളും തമ്മിൽ ഡീലുണ്ടെന്നാ. TM പ്രതാപൻ എന്നോ കഴിവ് കെട്ടവൻ തൃശ്ശൂർ 5 കൊല്ലം കൊണ്ട് നശിപ്പിച്ചു. അതിന്റെ പേരിൽ കഴിവ് കെട്ടവൻ. ഞാൻ പറഞ്ഞോളാം, ഒരു സംശയമില്ല. പറയപ്പെടുന്ന കഴിവ് കെട്ടവൻ കഴിവില്ലാത്തവനെ കഴിവ് അഞ്ചു വർഷക്കാലം ജയിച്ച MP ആയിരുന്നു അല്ലേ? ജയിച്ച MP ആയിരുന്നു. 10 ഹൈമാസ്റ്റ് ലൈറ്റ് കൊടുക്കലല്ല വികസനം എന്ന് പറയുന്നത്. ആയതുകൊണ്ടാണ് അവിടെ 86,000 വോട്ട് ഈ ആർഷോന്റെ പാർട്ടിയിൽ നിന്നും ഈ ബഹുമാനായ കോൺഗ്രസിന്റെ പാർട്ടിയിൽ നിന്നും ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സുരേഷ് ഗോപി അവിടെ ജയിച്ചത് ഒരു സംശയവും വേണ്ട. ജനങ്ങൾ കൃത്യമായി ഞങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടാ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പാലക്കാട് ഒരു ഹൈഡ് ആൻഡ് സീക്ക് പ്ലേ അല്ലേ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്? പാലക്കാടിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും പറയുന്നതിലും എന്താ അരുൺകുമാർ ഓടി രക്ഷപ്പെടുന്നേ? അരുൺകുമാർ ആ വിഷയത്തിലേക്ക് വരുന്നില്ലല്ലോ. അരുൺകുമാർ പഠിപ്പിച്ചിരുന്ന അധ്യാപകനല്ലേ? കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അല്ല, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സ്ത്രീകളുടെ എന്ന് പറയപ്പെടുന്ന 2.5 കോടി രൂപ വയസ്സ് കഴിഞ്ഞ അച്ഛനമ്മമാർക്കും 5 ലക്ഷം രൂപ എല്ലാ വർഷവും 3,800 കോടി രൂപയുടെ സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി ഈ പാലക്കാടിന് 51,000 പേർക്ക് ജോലി കിട്ടുന്ന പദ്ധതി. 51,000 പേർക്ക് തൊഴിലോ? എപ്പോ കൊടുത്തു? ചോദിക്കാൻ നമുക്ക് വരും 1,800 കോടി രൂപയുടെ കേന്ദ്ര സർക്കാർ പദ്ധതി ഇവിടെ അറിഞ്ഞില്ല. 51,000 കോടിയുടെ തൊഴിൽ വന്നോ? 51,000 പേർക്ക് എന്നാ പറഞ്ഞത്. 3,800 കോടി രൂപയുടെ സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി 51,000 പാലക്കാടുകാർക്ക്. അതിൽ അതൊക്കെ സമ്മതിക്കാം. പക്ഷെ മുനിസിപ്പാലിറ്റിയിലോട്ട് പോകുന്ന റോഡൊന്നും വൃത്തിയാക്കിയാൽ മതി. സ്മാർട്ട് സിറ്റി അരുൺകുമാരെ ഇങ്ങോട്ട് വാ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അരുൺകുമാറിന് എന്താ അറിയാത്തത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രിയായിരുന്ന MP രാജേഷ് അരുൺകുമാറെ, 15 ദിവസം ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല കേരളത്തിലെ റോഡുകളുടെ പ്രശ്നങ്ങളെ കുറിച്ച്. അവിടെയൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇവർക്ക് കുറച്ച് 50% പൈസയുടെ പ്രശ്നമുണ്ട്. ആ പൈസയുടെ പ്രശ്നം നടപ്പിലാക്കാതെ ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് പത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റേ കടം മേടിച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ. ഇനി 11,500 കോടി വയനാട്ടിൽ ഹർത്താല. എന്തിനാ ഹർത്താൽ എന്നറിയാമോ? ഈ കേന്ദ്ര ദുരിതാശ്വാസ സഹായം കൊടുക്കാത്തതിന്റെ പേരിൽ. അല്ല, വയനാട് വിഷയം
മറുപടി പറ. ഇദ്ദേഹം നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണ് കഴിവ് കെട്ടവനെയും കഴിവുള്ളവനെയും ആളുകൾ തെരഞ്ഞെടുക്കുന്നത് തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 8 കൊല്ലക്കാലം പാലക്കാട് നഗരസഭയെ വികസന മുരടിപ്പിന്റെ കേന്ദ്രമാക്കി മാറ്റിയ രാഷ്ട്രീയ നേതൃത്വമാണ് BJPയുടെ ഇത്തവണത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥി. എത്രത്തോളം കഴിവുകെട്ടവനായിരിക്കും അദ്ദേഹം എന്നുള്ളത് ഈ നാട് ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സ്കെയിൽ വെച്ച് അളന്നു മനസ്സിലാക്കുന്നുണ്ടാകും. 8 കൊല്ലത്തിനിടയില് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ പാലക്കാട് നഗരത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും ബോധ്യമുണ്ടാകും കേരളത്തിലെ ഏത് നഗരവുമായി ഏത് നഗരസഭയുമായി താരതമ്യം ചെയ്യുമ്പോഴും ഏറ്റവും പുറകിലായിരിക്കും പാലക്കാട് നഗരസഭയുടെ സ്ഥാനം എന്നുള്ളത്. പൊളിച്ച് തകർത്തിട്ട് എന്നിട്ട് ഷാഫി പറഞ്ഞു ടൗൺ ഹാൾ പൊളിക്കാൻ ഞങ്ങൾ പൊളിച്ചു. ഷാഫി പറഞ്ഞു ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കാൻ ഞങ്ങൾ പൊളിച്ചു. റോഡ് പൊളിക്കാൻ ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ വോട്ടും മുനിസിപ്പാലിറ്റി എന്തുകൊണ്ട് വികസിച്ചില്ല? പറഞ്ഞു വന്ന ഡീലിന്റെ തുടർച്ചയിൽ നേരത്തെ ഒരു പറഞ്ഞല്ലോ, ഈ സമീപകാലത്ത് കേരളത്തിൽ 2 സീറ്റിലേക്കാണ് BJP വിജയിച്ചിട്ടുള്ളത്. ഒന്ന് 2016 നേമത്തെ, 2024 തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ. രണ്ടിടത്തും കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു കോൺഗ്രസിന്റെ UDFന്റെ വോട്ട് ബൾക്കായി BJPക്ക് കൊടുത്ത് ടൗൺ ഹാൾ പൊളിച്ചിട്ടു, സുൽത്താൻപേട്ട ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചിട്ടു, പാലക്കാട് സ്റ്റേഡിയം ഇവര് പൊളിച്ചിട്ടുണ്ട്, സ്കൂൾ ബിൽഡിംഗ്, സ്റ്റേഡിയം റോഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി റോഡ്, 13 വർഷമായിട്ട് ഈ മെഡിക്കൽ കോളേജ് MLA ആയിട്ട് ഒന്ന് കിടക്കാൻ തുടങ്ങിയത് എപ്പോഴാ സാധാരണക്കാർക്ക്? തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിലേക്കും ഈ പാലക്കാടുകാർ ഓടേണ്ടി വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കഴിവുകെട്ട MLAയുടെ പാലക്കാടുകാർക്ക് ബോധ്യമുണ്ട് ആരാണ് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത്. ഈ പാലക്കാടുകാർക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ചർച്ച ചൂടുപിടിക്കുകയാണ്. ഇനി നമുക്ക് വയനാട്ടിലേക്ക് കൂടി ഒന്ന് പോകണം. അത് വയനാട്ടിന്റെ തരംഗം പാലക്കാട് ഉണ്ടാകുമോ എന്നാണ്. ദുരിതാശ്വാസ നിധി കേന്ദ്രം പണം കൊടുത്തില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു, പക്ഷേ പണം കൊടുക്കുമെന്ന് കേന്ദ്രം പറയുന്നു. അതിനിടയിൽ ഇന്നലെ വന്ന നിത്യാനന്ദ റായിയുടെ കത്ത് പാലക്കാട്ട് എങ്ങനെ വോട്ടായി മാറുമെന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിവാദങ്ങൾക്കും അപ്പുറം വികസനം ചർച്ച ചെയ്താൽ പാലക്കാട് ആരുടെ പെട്ടിയിൽ വോട്ട് വീഴും എന്നാണ് ചോദ്യം. എന്താ വളരെ പെട്ടെന്ന് മൈക്ക് പിടിക്കുന്നത്. പാലക്കാട് കൽപ്പാത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത് BJPന്റെ പ്രതിനിധിയോട്. പാലക്കാട് കൽപ്പാത്തി സൗന്ദര്യവൽക്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി 2,80,00,000 രൂപ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞത് ഇതേ ഭരണകൂടമാണ്. ഈ വികസനത്തിനെ കുറിച്ച് പറയുന്ന ഈ BJP ആണ് പറയുന്നത്, BJP ആണ് ചെയ്തത്. ഈ 2,80,00,000 രൂപ എങ്ങനെ ലാപ്സാക്കി കളഞ്ഞു ഇവർ? കൽപ്പാത്തി ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തേരി വലിച്ച് കഷ്ടപ്പെടുന്ന ശ്രീ കൃഷ്ണകുമാറും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരോട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ കൽപ്പാത്തിയിലുള്ള? മറുപടി ഒറ്റ 30 സെക്കൻഡ്സ് മറുപടി പറയണം. ഞാൻ അതിന് ശേഷം വരാം. അതിനു മുമ്പ് ഇവിടെ എന്താ പറഞ്ഞോ പ്രതികരണം? ആര് ജയിക്കും? ഇവിടെ എന്തായാലും UDFന്റെ സ്ഥാനാർത്ഥി 10,000-ന് മേലെ വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ജയിക്കും. എങ്ങനെ? ഒരു സംശയം വേണ്ട. ഇവിടെ ഷാഫി പറമ്പിൽ നടത്തിയ വികസനങ്ങൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇവിടെ രണ്ടാളും പെട്ടിയുടെയും EP ജയരാജൻ എഴുതിയ തിരക്കഥയുടെ ഒക്കെ പിന്നാലെ നടക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ EP പറഞ്ഞത് ഊതിക്കാച്ചിയ പൊന്നാണെന്നാണ് സരിൻ. അതന്നെയാ പറഞ്ഞേ. അതാണ് ഇവിടെ ആർഷോ ഇന്നലെ വരെ ഇവിടെ അതൊന്ന് ഊതിയതാണോ? അതാണ് ആർഷോ ഊതുവല്ല ഇത്. ആർഷോ അതിനെ പറത്തി കളിച്ചിട്ട് ഇന്ന് വലിയ കാര്യമായിട്ട് കാണുന്നുണ്ട്. ഒരു കാര്യം, ഇന്നലെ വരെ ചീത്ത വിളിച്ചവരെയാണ് ഇന്ന് നെഞ്ചിലേറ്റ് നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നാളെ അവരെ ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് ഇവിടുത്തെ പാലക്കാടിലെ ആറ്റിലേക്ക് എടുത്തെറിയുന്ന കാര്യമൊന്നും സംശയമൊന്നുമല്ല. എന്താണ് ഇവിടുത്തെ അവസ്ഥ? പറഞ്ഞാൽ ചേട്ടാ. ഇപ്പോൾ EP ജയരാജനും
കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ആശ്രയം പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് സരിൻ എന്ന് പറഞ്ഞു. ഇന്ന് ഈ ഉത്തമനായ സ്ഥാനാർത്ഥി ഇന്ന് ഇപിയും പറഞ്ഞിരിക്കുന്നു ഊതിക്കാച്ചിയ പൊന്നാന്ന് പറയുന്നു. 1% ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇവർ സഖാക്കളെ നിർത്തത്തില്ലായിരുന്നോ? അതാണ് എനിക്ക് ഹർഷയോടുള്ള ചോദ്യം. രണ്ട്, BJP-കാരോടുള്ള ചോദ്യം, ഇവിടെ വികസനം വന്നില്ല എന്ന് പറയുന്നു. ഈ മുനിസിപ്പാലിറ്റി ഇത്രയും കാലമായി ഭരിച്ചു നിന്നിട്ട് ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് റോഡുകൾ പോലും ശരിയാക്കാൻ പറ്റാത്തവർ എങ്ങനെ ഒരു നിയമസഭയിൽ പോയിരുന്ന് ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇവർ നേടിക്കൊടുക്കും? എന്താ സാധ്യത പാലക്കാട്? എനിക്കൊരു ചോദ്യമുണ്ട്. അതായത് ചോദ്യമല്ല, റിക്വസ്റ്റാണ്. സരിനോട് ഫേസ്ബുക്ക് വാളുന്ന LDF-നെതിരെയുള്ള പോസ്റ്റുകൾ ആദ്യം എടുത്ത് കളയാൻ പറയണം. സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ LDF-ന്റെ വിരുദ്ധമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് കളയാൻ പറയണം. എന്താ ഇവിടുത്തെ സാധ്യത? പറഞ്ഞോട്ടെ. എനിക്ക് വേണ്ട. പിന്നെ കുറച്ച് നേരം ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് 9 മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ 9 മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് BJP-യിലാണുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഞാൻ BJP-യിലേക്ക് പോവാം എന്ന് പറയുന്ന ഒരു പ്രസിഡന്റാണ് ഇന്ന് KPCC-ക്ക് ഉള്ളത്. പറഞ്ഞിട്ടില്ല. അതാണ് പോണെന്ന് പറഞ്ഞാൽ പോകും. എനിക്ക് ബദലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റ് ആണുള്ളത്. അതുപോലെ തന്നെ VD സതീശൻ 2-3 തവണ RSS-യുമായി വേദി പങ്കിട്ട ആളാണ്. എന്ത് പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്? അതായത് KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കുട്ടി സഖാവ് പറഞ്ഞു. നരസയ്യ ആദം മഹാരാഷ്ട്രയിലേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം എവിടെയാണ് അറിയോ? BJP-ന്റെ കൂടെയാണ്. നരസയ്യ ആദം. ഓക്കെ. പക്ഷേ കോൺഗ്രസിലെ പല മുഖ്യമന്ത്രിമാരും BJP-യുടെ അടുത്താ. ആര്? കോൺഗ്രസിലെ അത് ആൾക്കാർ പലരും പോയിട്ടുണ്ടാവും. EMS പോയില്ലേ? EMS പോയോ? EMS കോൺഗ്രസ് ഒന്ന് പോയോ? അങ്ങനെ പോയോ? ഇവിടെ പോയവരിനെയൊക്കെ പുറംകാലി കൊണ്ട് ചവിട്ടി തൊഴിച്ചിട്ടുണ്ട് കോൺഗ്രസ്. അത്രേ ഉള്ളൂ. അതാണ്. എന്താണ് ഇവിടുത്തെ ഒരു നിലപാട്? ആദ്യം എനിക്ക് മറുപടി പറയാനുള്ളത് BJP-യുടെ പ്രതിനിധിയോടാണ്. ഇവിടെ TN പ്രതാപൻ MP കഴിവ് കെട്ടതെന്ന് പറഞ്ഞു. അതുപോലെ പാലക്കാടിൻ്റെ മണ്ണിൽ MLA ഓഫീസ് തുറന്ന ഒരാളുണ്ടായിരുന്നു. ആ കഴിവ് കെട്ടവരെ ഇവിടുന്ന് പറഞ്ഞയച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതേപോലെ ശ്രീ ആർഷോ ഇവിടെ സരിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളൊക്കെ കേട്ടു. ആദ്യം സരിനെതിരെയും ഇപ്പം സരിന് വേണ്ടിയിട്ടും വാദിക്കേണ്ടി വന്ന അങ്ങയുടെ അവസ്ഥയോടൊപ്പം ഞാൻ പങ്കുചേരുന്നു. ആദ്യമായിട്ട് രാഹുൽ വിജയിക്കുമെന്നാണ്. തീർച്ചയായിട്ടും രാഹുൽ വിജയിക്കും. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും രാഹുൽ വിജയിക്കും. കാരണം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ട് വർഗീയ ശക്തികൾക്കും ഈ അവസരവാദ രാഷ്ട്രീയത്തിനും ഒരിക്കലും അവകാശം കൊടുക്കില്ല. സരിൻ 20,000 വോട്ട്, രാഹുൽ 20,000 വോട്ടിന് സരിൻ പരാജയപ്പെട്ടിട്ടുണ്ടാവും. 20,000 വോട്ടിന് സരിൻ പരാജയപ്പെട്ടിട്ടുണ്ടാവും. ചേട്ടാ അറിയാതെ വന്നതാണോ അതോ കോൺഗ്രസിലെ വിമതനാണോ? പാലക്കാട് ജില്ല നെല്ലറിയുടെ നാടാണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ കർഷകരും കർഷക തൊഴിലാളികളും താമസിക്കുന്ന ജില്ലയാണ്. കർഷകരുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ, അതിനെതിരെ ഈ ബാലറ്റിലൂടെ ജനം പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കോൺഗ്രസിന് അനുകൂലമാകും, കർഷകന് UDF-ന് അനുകൂലമായി വരും. കർഷക ദ്രോഹ നടപടികൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ സബ്സിഡി നിർത്തലാക്കിയതോടുകൂടി 900 രൂപയുണ്ടായിരുന്ന രാസവളം 1700 രൂപയായി വർദ്ധിച്ചു. കർഷകന്റെ നട്ടെല്ലൂരി. അതുപോലെ തന്നെ കേരള സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് വെറും 6000 മാത്രം പെൻഷൻ കൊടുത്തത് കൊണ്ട് എന്താ കാര്യം? ഒരു വർഷത്തിൽ ഒരു 40,000 രൂപയോളം 5 ഏക്കർ കൃഷി ചെയ്യുന്ന ആൾക്ക് 40 ചാക്ക് രാസവളം വാങ്ങേണ്ടി വരും. 40,000 രൂപയോളം കൊള്ളയടിച്ചിട്ടാണ് 6000 രൂപ കൊടുക്കുന്നത്. വെറും ചില്ലിക്കാച്ച്. അത് കർഷകനെ വഞ്ചിച്ചിരിക്കുകയാണ്. കേരള സർക്കാർ ആയിക്കോട്ടെ 2020-21 കാലഘട്ടത്തിൽ 8 രൂപ 80 പൈസ കേരള സർക്കാർ വിഹിതം കൊടുത്തിരുന്നു. ആ വിഹിതം കൊടുത്ത് കേന്ദ്ര സർക്കാർ കൂട്ടിയ വിഹിതം 8 രൂപ 80 പൈസ കേരള സർക്കാർ കുറച്ചു. ഇപ്പൊ വെറും 5 രൂപ 20 പൈസയാണ് കേരള വിഹിതം കൊടുത്തത്. കർഷകനെ കണ്ണീരാക്കിയ, കർഷകരുടെ കെടുകാര്യസ്ഥത ഇല്ലാത്ത ഒരു ഭരണമാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. തീർച്ചയായും കർഷകരെ ഈ കൃത്യം സമയത്ത് കെടുകാര്യസ്ഥത മൂലം
കർഷകരെ കണ്ണീരാക്കിയത് കേരള സർക്കാരാണ്. ഇതിപ്പോ പറയാനുള്ളത് ത്രികോണ മത്സരമൊന്നുമല്ല, വർഗീയ കക്ഷിയോടുള്ള പോരാട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ 20,000-ൽ പരം വിജയിക്കുമാണ്. ഇതിനകത്ത് ഇവര് കുറെ നേരമായി കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ഈ പാലക്കാട് നഗരത്തിലെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ട ദിനങ്ങളുണ്ടായിരുന്നു. അത് ഈ നഗരത്തിൽ നടന്ന 2 കൊലപാതകമാണ്. ഒന്ന് ശ്രീനിവാസൻ വധക്കേസും സുബൈർ വധക്കേസും. ഈ നാടിന്റെ സമാധാനം കളഞ്ഞ SDPIയുടെ പിന്തുണയോട് കൂടിയാണ് കോൺഗ്രസിനോട് മത്സരിക്കുന്നത്. SDPI പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള SDPIയുടെ പിന്തുണ കൃത്യമായും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, UDF-ഉം BJP-യും തമ്മിലുള്ള പോരാട്ടമാണ്. ഇവിടെ ഒരു വർഗീയവാദത്തോടും ഞങ്ങള് SDPയുടെ വോട്ട് വേണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു വർഗീയവാദികളും RSS-ന്റെയും വേണ്ട, SDPയുടെയും വേണ്ട, ഒരു സ്ത്രീ ശബ്ദം, കോൺഗ്രസിൽ നിന്നൊരു സ്ത്രീ ശബ്ദം ഉറച്ചു പറയുന്നു SDPയുടെ വോട്ട് വേണോ വേണ്ടയോ. വർഗീയവാദികളുടെ ഒരു വോട്ട് SDPയുടെ വേണോ വേണ്ടയോ ഈ തെരഞ്ഞെടുപ്പ് പറ്റൂലേ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടുമാണ്. ഈ പാലക്കാടിന്റെ ഭൂമിയാക്കിയ SDPIയോടും RSS-നോടും നോക്കൂ, കോൺഗ്രസിനോട് SDPയുടെ വോട്ട് വേണോ എന്ന് ചോദിക്കുന്നവർ PDPയുടെ വോട്ട് ചേടിയത് എന്തിനാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഒരാളോടും വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. ഞങ്ങൾ അതിനു വേണ്ടി വാതിൽ തുറന്നിട്ടില്ലേ? ഒരു വാതിലും ഞങ്ങൾ തുറന്നിടുക. ഒരു വർഗീയവാദിയോടും ഞങ്ങൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് മുഴുവൻ അറിയാം. കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്ക് ആരാണ് കേരളത്തിലെ ചോദ്യം കേട്ടിട്ട് കൃത്യമായി മറുപടി പറയാ. കോൺഗ്രസിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് അന്നേ പറഞ്ഞ കാര്യമാണ്. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് തീർച്ചയായും ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം അതല്ല, ഇന്ന് വരെ കാണാത്ത രീതിയിൽ മഹാദുരന്തമുണ്ടായ ഒരു ഭൂമിയുണ്ട് വയനാട്. ആ വയനാടിനെ അത് മഹാദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം ഇപ്പോഴും തയ്യാറല്ലാത്തപ്പോ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ആശ വ്യക്തമാക്കണം. ഒരു കാര്യം, ഒരൊറ്റ കാര്യം, പാലക്കാട് ഒരു കർഷക ഭൂമി. ഒരേ ഒരു മിനിറ്റ് മാത്രം, 30 സെക്കൻഡ്സ് കൊണ്ട് ആ വയനാടിന്റെ കാര്യത്തിൽ ചുരുക്കി മറുപടി പറയണം. 30 മിനിറ്റ്. 2013 മുല്ലപ്പള്ളി രാമേന്ദ്രൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പറ്റില്ല, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ 1300 കോടി രൂപ പിണറായി സർക്കാരിന്റെ കയ്യിൽ ഇരിക്കെ എന്ത് പറഞ്ഞോ? 145 31 ജൂലൈ 2024 145. അതേപോലെ സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്നത് ചർച്ചയ്ക്ക്
തീ ചൂട് പിടിക്കുകയാണ്. തീർച്ചയായും ഈ വിഷയങ്ങൾ വരും ദിവസങ്ങളിലും പാലക്കാട് തിരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളാകും എന്നതുറപ്പാണ്. വയനാട് വിഷയം, പാലക്കാട് മുനിസിപ്പാലിറ്റി, കർഷക വിഷയങ്ങൾ, വികസനം, ചെറുപ്പക്കാരുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം പാലക്കാട് തിരഞ്ഞെടുപ്പ് വിഷയമാകാൻ പോകുന്നു. ഇനിയുള്ള 4 ദിവസവും ഈ വിഷയത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവും സജീവമായി. പാലക്കാട് നിന്നും കുരുക്ഷേത്രം അവസാനിക്കുന്നു.